Hi all, Assalamu alaikum. Welcome back to our channel. ഇന്നൊരു സ്പെഷ്യൽ ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചിപ്പത്തലും അതുപോലെ തന്നെ കട്ട്ലേറ്റും ബീഫ് കട്ട്ലേറ്റും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് രൂപത്തിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ ഇപ്പം നോമ്പായത് കാരണം ഒരു 9:30-10 മണിക്ക് അങ്ങനെയാണ് എഴുന്നേൽക്കുക. അപ്പം എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് അതിനുശേഷം നേരെ കിച്ചണിലേക്ക് പോയിട്ട് ബീഫും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുട്ടികൾക്ക് 2 പേർക്കും രാവിലെ കോൺഫ്ലെക്സ് തയ്യാറാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും അവരുടെ ബ്രേക്ക്ഫാസ്റ്റായ കോൺഫ്ലേക്സ് കഴിക്കാനിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഖുർആൻ ഓതി. അതിനുശേഷം ഞാനിവിടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ചിക്കനും അതുപോലെ തന്നെ സോൾട്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ബീഫും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾ, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളകും ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇറച്ചിപ്പത്തലും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു 3 മണിക്ക് അങ്ങനെയാണ് ഇറങ്ങിയത് കിച്ചണിലേക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതേപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയന് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓനിയൻ ഇവിടെ സോട്ടായി വന്നിട്ടുണ്ട് കുറച്ച്. അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വേറെ മസാലകളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. വേറൊരു ബൗളിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റ് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ എഗ്ഗിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തതാണിത്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട്ലേറ്റ് ഈ ഒരു ബ്രൗൺ ഷേപ്പ് ആവുന്നവരേക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇറച്ചിപ്പത്തലിന് വേണ്ട പണ്ടം കൂടി തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ. ഇതിലേക്ക് ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഏകദേശം ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്കൊരു 1/4 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കനാണ്. അത് ജസ്റ്റ് കൈനെ കൊണ്ടൊന്ന് ഇതേപോലെ പിച്ചിയിട്ടതാണിത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീഫും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മളെ ചപ്പാത്തിക്കൊക്കെ പരത്താൻ വേണ്ടിയിട്ടായിട്ട് ഡോ ഉണ്ടാക്കുന്നത് പോലെ മൈദ വെച്ചിട്ടാണ് ഇവിടെ ഡോ ഉണ്ടാക്കിയിരിക്കുന്നത്. 1 കപ്പ് മൈദയിൽ ഒരു 1 സ്പൂണ് വീറ്റ് ഫ്ലോർ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തത്. അപ്പം അതിലേക്ക് നമുക്ക് ഇറച്ചിപ്പത്തലിൻ്റെ പണ്ടം വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇറച്ചിപ്പത്തിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളെ ഇഫ്താർ വിഭവങ്ങൾ ഇറച്ചിപ്പത്തലും അതുപോലെ തന്നെ ബീഫ് കട്ട്ലേറ്റുമാണ്. അപ്പം ഇഫ്താറിന് സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.